വീട് വരെ പോയല്ലോ നമുക്ക്. ഞങ്ങളെ വിളിക്കാനായിട്ട് ചാച്ചനും ആൻറ്റിയും വന്നിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിയായപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അങ്കിളുടെ റിട്ടയർമെൻ്റ് ആണ്. ഒരു 6:30 ആയപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ ആൻറ്റി ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുടിച്ച് വയറിറങ്ങി കുളിച്ചിട്ട് വന്ന് ഏതെങ്കിലും ഒരു സിനിമയൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ ആ പ്ലാനൊക്കെ ഉപേക്ഷിച്ചു. എല്ലാവരും ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഭാവി എന്ത് ചെയ്യാ അറിയില്ല കേസ് എന്നിട്ടും എന്നാ കട്ട അതെടുത്ത് കളവരണ. അങ്ങനെ ഞങ്ങൾ ചീട്ട് കളിക്കാൻ വേണ്ടിയിട്ടിരുന്നു. കഴുതി സെറ്റൊക്കെ ആയിട്ട് കുറേ സമയം പോയി. വീഡിയോ കണ്ടോ? അടിപൊളിയല്ലേ? എന്നാണ് ലൈറ്റ് എങ്ങനെയാണ് കളിയാണേ? പിന്നെ കുറച്ചു നേരം ഞങ്ങൾ ദംഷുരാസ് കളിച്ചു. അത് കളിച്ചാൽ പിന്നെ പറയണ്ടല്ലോ, ചിരി നിർത്താൻ പറ്റില്ല. ഞങ്ങളുടെ കുഞ്ഞേച്ചിക്ക് വരാൻ പറ്റിയില്ല, കാരണം ആള് തിരുവനന്തപുരത്ത് പഠിക്കാണ്. അതിന്റെ വിഷമം വീഡിയോ കോളിലൂടെ തീർക്കാണ്. ഇടിമ്പളിന്റെ കൂടെ പോയാൽ മുള്ളാൻ പോലും മാറ്റി ഓർക്കാൻ പറ്റില്ല. വണ്ടിക്കൊക്കെ പോവാണ് ഇടിമ്പള് ബ്ലർ ചെയ്ത് കിട്ടാനായിട്ടോ ഡിമ്പളെ. പിന്നെ ഞങ്ങള് ചോറുണ്ട് വീണ്ടും കളിക്കാനിരുന്നു. പിന്നെ ഞങ്ങൾ കിടക്കാൻ വേണ്ടിയിട്ട് പോയി, പക്ഷെ കിടന്നില്ല കേട്ടോ. കണ്ട നാട്ടുവിശേഷങ്ങളും പ്രേതക്കഥയും ഒക്കെ പറഞ്ഞിട്ട് 2 മണിയുടെയാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചെങ്കിലും ഞങ്ങൾ ആക്ച്വലി 4 മണിയായപ്പോഴാണ് ഉറങ്ങിയത്. എന്നിട്ടൊരു 8 മണിയായപ്പോൾ രാവിലെ എഴുന്നേറ്റ്. ഇടുക്കി ആയതുകൊണ്ട് തന്നെ ഈ ബാൽക്കണിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെതായ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് രാവിലെ ഞങ്ങൾ കുറച്ചു നേരം ബാൽക്കണി പോയിരുന്നു. അങ്ങനെ രാവിലത്തെ ചായയൊക്കെ കുടിച്ചു. ആൻഡ് ഇന്ന് ഞങ്ങളുടെ ആൻറ്റിയുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ അതിൻ്റെ കേക്ക് മുറിക്കലും ആഘോഷങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേക്കൊക്കെ തിന്ന് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും അപ്പനും വന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു 3 മണിയായപ്പോൾ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് പോയി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വെറും പട്ടിഷയാണ്, അതൊന്നും ശ്രദ്ധിക്കേണ്ട. പിന്നെ ഞങ്ങൾ മുകളിലോട്ട് കയറി പോയി. ഇതാണ് സ്ഥലം. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ അപ്പൻ്റെ അമ്മയുടെയും കൂടി ഇങ്ങ് പോന്നു, കാരണം എനിക്ക് റെക്കോർഡ് എഴുതാനുണ്ട്. 2ാം തീയതി സ്കൂൾ ഓർക്കും, പക്ഷേ ഇതുവരെ എൻ്റെ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. പിന്നെ KSRTC കയറുകയാണെങ്കിൽ ഒന്നും പറയണ്ട, നിങ്ങൾ പൈസ കൊടുത്ത് വണ്ടർലയിലൊക്കെ പോണേന് വരെ KSRTC ബസ്സിൽ കയറിയാൽ മതി. കാരണം നമ്മുടെ റോഡൊക്കെ പണി നടക്കണവരെ അത്ര കുലുക്കായിരുന്നു, ഇരിക്കാൻ പോലും വയ്യ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ.